ലോകം മുഴുവൻ സ്വാർത്ഥതയുടെയും പണത്തിൻ്റെയും പിന്നാലെ പായുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ലോകം മനുഷ്യന് വെച്ചിരിക്കുന്ന സകല ലിമിറ്റുകളും പൊട്ടിച്ചെറിയാൻ ദൈവമക്കൾക്ക് കഴിയണം. 1 യോഹന്നാൻ 2:17 ഓർമ്മിപ്പിക്കുന്നതുപോലെ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞുപോകും, ദൈവഹിതം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കും. ലോകത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ദൈവഹിതവും ഒരുമിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തലമുറയെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. 2 യജമാന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. വെളിപ്പാട് പുസ്തകം 3 അധ്യായം 15-16 വാക്യങ്ങളിലൂടെ കർത്താവ് ചോദിക്കുന്നു, എങ്കിൽ നീ തണുത്തവനായിരിക്കുക, അല്ലെങ്കിൽ ഉഷ്ണവനായിരിക്കുക. അല്ലാതെ ഇടനിലക്കാരനായി ഇരട്ടത്താപ്പിൽ ജീവിക്കുന്നത് ഒരിക്കലും ദൈവത്തിന് സ്വീകാര്യമല്ല. ലോകത്തിൻ്റെ ഈ സ്വാർത്ഥ പ്രവണതയ്ക്ക് ഒട്ടും അനുരൂപപ്പെടാതെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 2 വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ നല്ലതും പ്രസാദവും പൂർണ്ണവുമായ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും ദിവസവും മാറേണ്ടിയിരിക്കുന്നു. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന വേദനകളെയും കല്ലേറുകളെയും ഇരുണ്ട തടവറകളെയും അദ്ദേഹം പുഞ്ചിരിയോടെയാണ് നേരിട്ടത്. അതേ പ്രിയപ്പെട്ടവരെ, നാളെ യേശുവിൻ്റെ നാമം പ്രതി തല വെട്ടിമാറ്റേണ്ട ഒരു ഘട്ടം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും ആ ശരീരത്തിൽ നിന്ന് വേർപെട്ട തലയ്ക്ക് ജീവനുണ്ടെങ്കിൽ ആ തല പോലും യേശുവിൻ്റെ തിരുനാമം മാത്രം ഉച്ചത്തിൽ ഉയർത്തുന്ന ആത്യന്തികമായ വിശുദ്ധീകരണത്തിലും അടിയുറച്ച വിശ്വാസത്തിലും നിലനിൽക്കാൻ നമുക്ക് കഴിയണം. 2 തിമോത്തിയോസ് 4 അധ്യായം 7 വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഉറപ്പിച്ചു പറയുന്നതുപോലെ നല്ലൊരു പോരാട്ടം പൊരുതി ഓട്ടം തികച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയ ജീവിതം ബലപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവതലമുറയെ, നമ്മുടെ തലമുറകളെ ഈ ലോകത്തിൻ്റെ സ്വാർത്ഥതയ്ക്കും മോഹങ്ങൾക്കും വിട്ടുകൊടുക്കാതെ ജീവൻ കൊടുത്തും ദൈവവചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ധീരരായ ഒരു ആത്മീയ തലമുറയായി അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് ജാഗരൂകരാക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.